വെൽക്കം ബാക്ക് ടു ബിസിനസ് പാർക്ക്. ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഡൽഹിയിൽ നിന്ന് മുംബൈക്കുള്ള യാത്രാ മധ്യയിലാണ്, ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. വാഹനം കണ്ടില്ല, ആരുമില്ല. അപ്പോൾ ഞാൻ വാഹനം എടുക്കാൻ പോയാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേറെ വരും. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ രാജസ്ഥാനിൽ മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേയിൽ കയറി. ആ ഹൈവേയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അത് അവിടെ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു ഹൈവേന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹൈവേയിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് പോലും വാഹനങ്ങൾ കുറവാണ്. ഞാൻ രാത്രി 6 മണിക്കാണ് ഈ ഒരു ഹൈവേയിൽ കയറുന്ന സമയത്ത് എന്റെ പ്രതീക്ഷ ഇത്രയും വലിയ ഹൈവേ ആകുമ്പോൾ എന്തായാലും വാഹനങ്ങൾ ഉണ്ടാവും, ലോഡ് വണ്ടികളെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കയറുന്നത്. രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്ക് ഏകദേശം ഒരു വണ്ടി പോലെ കാണാനല്ല. ഏകദേശം ഞാനൊരു 100 കിലോമീറ്റർ ഓടിയിട്ട് ഒരു വണ്ടിന്റെ മുന്നിലും ഇല്ല ബാക്കിലും ഇല്ല. ആ സമയത്ത് എനിക്ക് ചെറുതായിട്ട് ടെൻഷനായി. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി മേ ബി ഒന്ന് ടയർ പഞ്ചറായ വരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ആവും. എന്തുകൊണ്ടാണ് ഈ റോഡിൽ വാഹനങ്ങൾ തീരെ കുറഞ്ഞു പോയതെന്ന് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ റോഡ് മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും ബോർഡറിൽ വെച്ചിട്ട് ഇത് എക്സിറ്റ് ആവുകയാണ്. ഇത് ബോംബെയിലേക്ക് കണക്ട് ആയിട്ടില്ല. റോഡ് വർക്ക് പ്രോഗ്രസിങ് ആണ്. അതുകൊണ്ടാണ് ഈ റോഡിൽ വാഹനങ്ങൾ കയറാത്തതെന്ന് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഈ ഒരു റൂട്ടിൽ ഫുള്ളി ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് എന്ത് മിസ്റ്റേക്ക് വന്നാലും അത് ക്യാച്ച് ചെയ്യപ്പെടും, അതിന് പണിഷ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു റോഡിന്റെ ടോൾ എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് 2 രൂപ വെച്ചിട്ട് ടോൾ കൊടുക്കണം എന്ന കാരണങ്ങൾ കൊണ്ടാണോ ഇനി ഇതിലാണ്ട് വാഹനങ്ങൾ കയറാത്തതെന്ന് ഞാൻ അന്വേഷിച്ച സമയത്താണ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാനും ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത റൂട്ടാണ് പിന്നെ ഇത് കാണിച്ചു തന്നത് ഗൂഗിള്. ആ റൂട്ടിൽ പോയി ഞാൻ ശരിക്കും ഉൾഗ്രാമങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ വാഹനം കാണാത്ത ആളുകളെ പോലുള്ള നോട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു. അത് രാത്രിയാണ് ഞാൻ ആ റൂട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയെന്ന് ഞാൻ ശരിക്കും മനസ്സിൽ വിചാരിച്ചു പോയി. രക്ഷപ്പെട്ടതാണ്. ഏതായാലും ഈ ഒരു റൂട്ട് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ ഒട്ടും സ്യൂട്ടല്ല. നിങ്ങൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ തന്നെ മറ്റ് ഹൈവേകൾ, ബോംബെക്ക് വരികയാണെങ്കിൽ തന്നെ മറ്റു ഹൈവേകൾ സെലക്ട് ചെയ്താവും നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി നിങ്ങൾ ഈ റൂട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു റൂട്ടിലാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. ഇനി 2-3 ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ നമുക്ക് സെലക്ട് ചെയ്യാം. റോഡ് ഒരു രക്ഷയില്ല, നേരെയുള്ള റോഡാണ്. 80 മുതൽ 120 സ്പീഡ് വരെ ഇതിന് പെർമിഷൻ ഉണ്ട്. ആ 100 സ്പീഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര മുഴുവനായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു റോഡിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ഈ ഒരു റോഡ് ഏകദേശം സമയം 9:03 ഈ ഒരു സമയത്ത് ഈ റോഡിന്റെ അവസ്ഥയാണ്. ഒരു വാഹനം പോലും ഇല്ല. കുറെ നേരം കഴിയുമ്പോൾ ഒരു വാഹനം പോയി. അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, നമ്മള് ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മള് രാത്രി സമയം എന്തായാലും ഇതിലാണ്ട് ഒരു യാത്ര ചെയ്യുന്ന ഒരിക്കലും സേഫ് ആണെന്ന് ഞാൻ പറയില്ല. ഒറ്റക്കുള്ള യാത്ര, കൂട്ടത്തിലുള്ള യാത്ര ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഈ റോഡ് സെക്യൂർഡ് ആണ്. കാരണം എന്താ വെച്ചാൽ, ഓരോ കിലോമീറ്ററിലും ഇതിൽ ക്യാമറ ഉണ്ട്. ഫുള്ളി ഓട്ടോമൈസ്ഡ് ആണ് ഈ ഒരു എക്സ്പ്രസ് ഹൈവേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നമ്മുടെ ബാക്കില് ആ കാണുന്നത് ക്യാമറയാണ്. ക്യാമറ സെൻസറാണ്. നമ്മൾ എത്ര കിലോമീറ്ററിലാണ് പോകുന്നവരെ അതിൽ കാണാൻ പറ്റും. അതുപോലെ നേരെ മുന്നിൽ ഈ കാണുന്നത് ക്യാമറയാണ്. ഇത് ഓരോ കിലോമീറ്ററിൽ ക്യാമറ ഉണ്ട്. ഇതൊക്കെ എന്നൊക്കെ വെച്ചാലും നമുക്ക് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും വിജനമായ ഏരിയയിലൂടെയാണ് യാത്ര. ഞാൻ മാപ്പിൽ നോക്കുന്ന സമയം, ഞാനിത് മാപ്പില് ഈ റൂട്ട് മാപ്പ് നോക്കുന്ന സമയത്ത്, മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ റൂട്ട് മാപ്പ് നോക്കുന്ന സമയത്ത് ഇതിൽ ഒരു വീട് പോലും, ഒരു ചെറിയ ടൗൺ പോലും ഏകദേശം ഒരു 100-150 കിലോമീറ്ററിന്റെ ഇടയിലില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് മാപ്പ് യാത്രയല്ല, അപ്പൊ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യുന്ന ആളുകൾ ഒറ്റക്കുള്ള യാത്ര മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. 1-2-3 പേര് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യാത്ര അവസാനിക്കോളം നമുക്ക് ഉപയോഗിക്കേണ്ട മുഴുവൻ സാധനങ്ങൾ വാഹനങ്ങൾ സെറ്റ് ആക്കണം. കാരണം
ഒരു കട പോലും നമുക്ക് ഒന്നും ഒരു സാധനം എണ്ണ വരെ അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം, റോഡ് എക്സിറ്റ് ചെയ്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എണ്ണ വരെ കിട്ടുള്ളൂ. അപ്പോൾ ഡീസലൊക്കെ ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഇറങ്ങിയാൽ മതി. റോഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല, അതിന് സെക്യൂർഡ് ആണ്. എന്നൊക്കെ വെച്ചാലും ഒറ്റക്കുള്ള യാത്ര ഇതിൽ സേഫ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ്. ജലദോഷം പിടിച്ചിട്ടുണ്ട്, നല്ല തണുപ്പാണ് ഡൽഹിയിൽ. അപ്പോൾ അതിന്റെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ വണ്ടികളും മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ വരും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. കാരണം ഞാനും തന്നെ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മള് ചെറിയതായിട്ട് ടെൻഷൻ അടിച്ചു, പേടിയൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് ടെൻഷൻ അടിച്ച് ഇപ്പൊ ഇത് എങ്ങോട്ടാണെന്നൊരു ഒരു എക്സിറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. നമ്മള് ഒറ്റക്ക് ഒരു സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് ഒറ്റക്ക് ആവുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ ശരിക്ക് ഫീൽ ചെയ്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ ബൈ.